السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال رسول الله صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഖുർആൻ പാരായണം നടത്തേണ്ടത്, ഖുർആൻ ഓതേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ മഖ്റജുകൾ, സിഫാത്തുകൾ എന്നൊക്കെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹിജായിയായ ഹർഫുകൾക്ക് അർഹമായ മഖ്റജ്, സിഫത്ത്, സിഫത്തിനാൽ ഉണ്ടാകുന്ന തഫ്ഖീം, അതുപോലെ തർഖീഖ്, ഗുന്നത്ത്, മദ് തുടങ്ങിയവ നൽകുന്നതിനാണ് യഥാർത്ഥത്തിൽ തജ്വീദ് എന്ന് പറയുന്നത്. ഹിജായിയായ ഹർഫുകൾ എന്ന് പറയുമ്പോൾ പലവർക്കും സംശയം, എന്തായി ഹിജായിയ ഹർഫുകൾ എന്താണ്? ഹിജായിയ ഹർഫുകൾ എന്ന് പറയുമ്പോൾ അറബി അക്ഷരത്തിലെ 29 അക്ഷരം, അലിഫ്ലാം അടക്കമുള്ള 29 അക്ഷരമാണ് അറബിയിലുള്ളത്. ആ അറബി അക്ഷരങ്ങൾക്കാണ് ഹിജായിയായ ഹർഫുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഹർഫുകളെയും കെലിമത്തുകളെയും സംബന്ധിച്ച് മാത്രമേ ഇൽമു തജ്വീദിൽ പ്രതിപാദിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇൽമു തജ്വീദിൽ ഖുർആൻ്റെ ഹർഫുകൾ എങ്ങനെ ഉച്ചരിക്കണം, കെലിമത്തുകൾ എങ്ങനെ ഉച്ചരിക്കണം, ഇദ്ഗാം ബിഗുന്ന വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം, ഇൽഹാർ വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം, ഇദ്ഗാമും ബിഗുന്ന വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം, ഇഖ്ലാബ് വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം, ഇഖ്ഫാ വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം തജ്വീദ് അനുസരിച്ചാവാൻ പ്രധാനമായ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി പറയുന്നത് അക്ഷരങ്ങളുടെ മഖ്റജ് അറിയണം. ഇപ്പോൾ അലിഫ് എന്ന അക്ഷരം ഏത് മഖ്റജിൽ നിന്നാണ് വരുന്നത് അതറിയണം. അങ്ങനെ അറബിയിലെ എല്ലാ 29 ഹർഫുകളും അതിൻ്റെ മഖ്റജ് എവിടെ നിന്നാണ് വരുന്നത്, ആ അക്ഷരങ്ങളുടെ മഖ്റജ് അറിയണം, ഒന്നാമത്. രണ്ടാമതായി അക്ഷരങ്ങളുടെ സിഫത്തുകൾ അറിയണം. അക്ഷരങ്ങളുടെ സിഫത്തുകൾ അറിയുക. അപ്പോൾ അക്ഷരങ്ങൾക്ക് ഒരുപാട് സിഫത്തുകൾ ഉണ്ട് എന്നറിയാം, അതുപോലെ തന്നെ മഖ്റജുകളുണ്ട് എന്നൊക്കെ അറിയണം. അതൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ കൂടുതൽ ആവർത്തനത്തിലൂടെ പരിശീലിക്കുക. പറഞ്ഞാൽ ഖുർആൻ ഒരു വട്ടം ഓതി എടുത്തു വെക്കുക, ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എടുത്തു വെക്കും. അങ്ങനെയല്ല, ഖുർആൻ ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥമായി നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്കത് നല്ല പതിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മൾ പിന്നെ അറബി അക്ഷരത്തിൽപ്പെട്ട പിന്നെ റോ ഉച്ചരിക്കുമ്പോൾ ചിലർ റ എന്ന് പറയും, ചിലർ റോ എന്ന് പറയും അല്ലേ? ശരിക്കും എങ്ങനെ ഉച്ചരിക്കേണ്ടത്? തഫ്ഖീമായിട്ട്, നമ്മളെ വായ നിറയെ തഫ്ഖീമായിട്ട് ഉച്ചരിക്കണം. ആ തഫ്ഖീം എങ്ങനെ ഉച്ചരിക്കണം? റോ, അർ-റഹ്മാനിർ-റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ചില ആളുകളുണ്ട് അർ-റഹ്മാനിർ-റഹീം, അർ-റഹ്മാനിർ-റഹീം, അർ-റഹ്മാനി, അങ്ങനെയല്ല. തഫ്ഖീമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ തഫ്ഖീമായി ഉച്ചരിക്കണം. അതിനെ ആവർത്തിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഖുർആൻ പാരായണം വളരെ സഹിലാവുക. ഇത് ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ പിന്നെ ഖുർആൻ സ്വഹിയാകണമെങ്കിൽ 3 റുക്നുകളുണ്ട്. ഖുർആൻ ഓതുമ്പോൾ 3 റുക്നുകൾ പാലിക്കണം. ആ പാലിച്ച് ഓതുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒരു കായിക നമുക്ക് ലഭിക്കും. ഒന്നാമതായി പറയുന്നത് എന്താ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സനദ് മുത്തസിലാവുക. രണ്ടാമത് നഹവിയായ ഖായിദയോട് യോജിക്കുക. ഇപ്പം നഹവിൽ ഫായില്, മഫ്ഊല്, മുബ്ത, ഖബർ, മുലാഫ്, മുലാഫുൽ ഇലൈഹി ഇങ്ങനെ തുടങ്ങിയതായ നഹവിയായ ഖായിദകളോട് എന്ത് ചെയ്യണം, യോജിക്കണം. മൂന്നാമതായി റസ്മുൽ ഉസ്മാനിയോട് യോജിക്കുക.
അസ്മുൽ ഉസ്മാനി അല്ലേ? ആദ്യകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? തോലുകളിലും അതുപോലെ തന്നെ മരത്തിൻ്റെ പിന്നെ അതിലൊക്കെ പിന്നെ എല്ലുകളിലും ഇതൊക്കെയായിരുന്നു എന്ത് എഴുതിച്ചിരുന്നത്. റസ്മുൽ ഉസ്മാനിയോട് എന്ത് ചെയ്യണം? യോജിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ഖുർആനുകളും നമുക്ക് കാണാൻ കഴിയും. വേറെ എന്ത് പിന്നെ പൊടി പിടിച്ച് കിടക്കുന്ന ഖുർആനൊക്കെ കണ്ടാൽ പറയും എന്താണ് ഇപ്പോൾ ഇത്, പിന്നെ കുറേ റസ്മുൽ ഉസ്മാനിയാണോ? ചിലവർക്ക് സംശയമായി. ഇപ്പോൾ നമുക്ക് റസ്മുൽ ഉസ്മാനിൻ്റെ കിട്ടാൻ ഒരു പിന്നെ എന്തില്ല, പഞ്ചമില്ല. കാരണം എന്താ, ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായി ഖുർആൻ സ്വഹിയാകണമെങ്കിലുള്ള റുക്നുകൾ. അടുത്തതായി പറയുന്നത് ഖുർആനിൻ്റെ മർത്തബകൾ. ഒരുപാട് മർത്തബകൾ ഖുർആനുണ്ട്. നമ്മളിവിടെ പ്രധാനമായും 3 മർത്തബകളാണ്. 1 തെർത്തീൽ, 2 തദ്വീർ, 3 ഹദർ. ഇങ്ങനെ 3 മർത്തബകളാണ് ഖുർആനുള്ളത്. തെർത്തീൽ, തദ്വീർ, ഹദർ. സാവധാനം ഓതാണെങ്കിൽ തെർത്തീൽ, സാവധാനം. വേഗത്തിൽ ഓതുകയാണെങ്കിൽ ഹദർ, വേഗത്തിൽ നല്ല ധൃതി പിടിച്ചു യാസിനുൽ ഖുർആനിലേക്ക് ഇന്നക്കലമിൽ മുർസലാൻ അങ്ങനെ എന്ത് കോഴിക്കോട് പാലക്കാട് ബസ് പോകണത് ഇങ്ങനെ പോകണതിൽ അങ്ങനെ ഓതുന്ന എന്താ പറയുക, ഹദർ, വേഗത്തിൽ ഓതുക. മധ്യനിലയിൽ ഓതുന്നതിനെ തദ്വീർ, തദ്വീർ ഓതും. ഈ 3 ഓത്തിൽ എന്താണ്, ജായിസാണ്. അതിൽ ഏറ്റവും പിന്നെ ജായിസായത് ഏറ്റവും ഉത്തമമായതാണ് പിന്നെ തെർത്തീലാക്കി ഓതലാണ്, സാവധാനം ഓതലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതാ അതായത് പിന്നെ തദ്വീർ. ഈ 2 സംഗതികളാണ് ഏറ്റവും നല്ലത്. ഹദറാക്കി ഓതുമ്പോൾ എന്താ, ഭയങ്കര വേഗത്തിലായിരിക്കും. വേഗത്തിൽ ഓതിയാലും കുഴപ്പമില്ല, പക്ഷേ തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. ഇദ്ഗാമു ബിഗുന്ന, ഇദ്ഗാമു ബിലാഉന്ന, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇൽഹാർ, ഈ നിയമങ്ങൾ പ്രകാരമായിരിക്കണം ഓതേണ്ടത്. ഖാല ഇബ്നു ജുസ്രി റഹിമഹുല്ലാഹു തആല ഫി നശർ വസ്സഹീഹു ബൽ അസ്വവാബു മാ അലൈഹി മുഅ്ലമുസ് സലഫി വൽ ഖലഫി വഹുവ അന്ന തർതീല വത്തദബ്ബുറ മാ ഖില്ലത്തിൽ ഖിറാഅത്തി അഫ്ളലു മിനസ് സുറഅത്തി മാ കസറത്തിഹാ എന്നാണ് ഇബ്നു ജുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് സ്വഹീഹായിൻ്റെ ഇതിൻ്റെ സനദിൻ്റെ ഒരു റൂട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഖുർആൻ്റെ സനദുകൾ നമുക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. വൽ അഖ്ദു ബിത്തജ്വീദി ഹത്തുമുൻ ലാസിമു മൻ ലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ ലിഅന്നഹു ബിഹി ഇലാഹുൻ അൻസല വഹകദാ മിൻഹു ഇലൈനാ വസ്വലാ. ഇതാണ് തജ്വീദ്, അതുപോലെ തന്നെ മറാത്തിബിൽ ഖിറാഅത്ത്, അതുപോലെ റുക്നുകൾ, അതുപോലെ സ്വഹീഹായുള്ള ഷർത്തുകളെപ്പറ്റി നമ്മൾ ഇന്ന് പ്രതിപാദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദിൻ്റെ നിയമങ്ങൾ പ്രകാരം ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.